വലിയ വലിയ ക്ലബ്ബുകൾക്ക് അവരുടെ സ്വന്തം ടി വി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടി വി, ലിവർപൂൾ ടി വി, അവരുടെ കമന്റേറ്റർമാരാണ് കളി പറയണത്. അപ്പൊ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. അപ്പം ഈവൻ ദോ നമ്മുടെ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ ഒരല്പം ഡള്ളാണെങ്കിൽ പോലും അതിനെ മേക്കപ്പ് ചെയ്ത് നിർത്തുന്നത് വോയിസ് ഓവറാണ്. മനസ്സിലായില്ലേ? അതായത് നമ്മൾ പറയില്ല എപ്പോഴും കാണുന്ന ആൾക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്ന ഒരു സംഗതി, അതായത് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ദ നെക്സ്റ്റ് സെക്കൻഡ്, അടുത്ത സെക്കൻഡിൽ ഇതിനേക്കാൾ ഗംഭീരമായ ഒരു സംഗതി സംഭവിക്കാൻ പോകുന്നു എന്ന പ്രതീക്ഷ ഉയർത്തണമെങ്കിൽ വി ഹാവ് ടു ബി ഇൻ ദാറ്റ് എനർജി ലെവൽ. ആ മോളിൽ തന്നെ നിൽക്കണം. ചേട്ടന്റെ വർത്തമാനത്തിന് തന്നെ ഭയങ്കര എനർജി ലെവലായിരുന്നു. എവിടെ പിടിക്കും അറിയാതെയാണ് ഞാൻ ഇരിക്കുന്നത്. എനിക്ക് എവിടെയും കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്ന ഇത്രയും കളിയെ ആസ്വദിക്കുന്ന ചേട്ടൻ ഒരു ടീം മാത്രം കളിക്കാൻ ഇറങ്ങുമ്പോ ഭയങ്കര ടെൻസ്ഡ് ആവുന്ന ഒരവസ്ഥയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് ഏത് ടീമായിരിക്കും? കേരള ബ്ലാസ്റ്റേഴ്സ്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി നടക്കുമ്പോഴത്തേക്കും കമന്റേറ്റർ പെട്ടെന്ന് മാറി ഒരു ആരാധകനാകും, ഒരു വ്യൂവർ ആകും, പിന്നെ ഭയങ്കര ടെൻഷൻ ആവും. കളി തോക്കുന്ന എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മട്ടുമാറും എന്നൊക്കെ ഞാൻ അറിഞ്ഞു. അങ്ങനെയാണോ? അല്ല, അങ്ങനെ നമ്മളിപ്പോ നമുക്കൊരു സ്വന്തം ഇൻ ദ സെൻസ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ടീം ഉണ്ടാവുകയും ആ ടീം ഒരു പ്രൊഫഷണൽ ലീഗിൽ കളിക്കുകയും ആ ടീം ഉൾപ്പെടെ കളിക്കുന്ന കളികൾക്കൊക്കെ നമ്മൾ കമന്ററി പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും മനുഷ്യർ അങ്ങനെയാണ്. നമ്മൾ ഇപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ ഞാനിപ്പോൾ വീണയോട് തിരികെ ഒരു ചോദ്യം ചോദിച്ചാൽ വീണയ്ക്ക് വേണമെങ്കിൽ എന്താ പറയുക, ഫോർ ദ സേക്ക് ഓഫ് ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ ഞാൻ നിഷ്പക്ഷയാണ് ചേട്ടാ, ഞാൻ അൺബയസ്ഡ് ആണ് ചേട്ടാ എന്ന് പറയാം. ജീവിതത്തിൽ എന്ത് കാര്യവും അതിപ്പോ 2 സിനിമകൾ എടുത്തു വെച്ചിട്ട് ഈ സിനിമയാണോ ആ സിനിമയാണോ ഇഷ്ടം, ഈ സിനിമാ നടനാണോ ആ സിനിമാ നടനാണോ ഇഷ്ടം എന്ന് പറയുമ്പോഴും വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നമുക്ക് മറുപടികൾ പറയാൻ സാധിക്കും. ബിക്കോസ് ഞാൻ അൺബയസ്ഡ് ആണ്, ഞാൻ നിഷ്പക്ഷനാണ് എന്ന് പറയുമ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മുടെ അടിത്തട്ടിൽ നമ്മുടേത് മാത്രമായ ചില ഇഷ്ടങ്ങളുണ്ട്, ചില അനിഷ്ടങ്ങളും ഉണ്ട്. ചിലത് നമ്മൾ ഇഷ്ടപ്പെടാത്ത പോലെ തന്നെയാണ് ചില സംഗതികളോടും ചില വ്യക്തികളോട് ചില പ്രസ്ഥാനങ്ങളോട് ചില ഗെയിമുകളോട് ചില കളികളോട് ചില ക്ലബ്ബുകളോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. അത് ഓരോരുത്തർ ഇപ്പൊ വീണയ്ക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, ഇപ്പൊ നമ്മുടെ ഒപ്പം ചുറ്റും നിൽക്കുന്ന ഈ ക്രൂവിന് മുഴുവൻ ഉണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാനൊരു നിങ്ങൾ കമന്ററി ബോക്സിൽ കേൾക്കുന്ന ശബ്ദം അല്ലെങ്കിൽ നിങ്ങൾ കമന്റേറ്റർ എന്ന രീതിയിൽ പരിചയപ്പെട്ടിരിക്കുന്ന ഷൈജു ദാമോദരൻ, അദ്ദേഹം ഒരു കരിങ്കല്ല് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മെറ്റൽ കൊണ്ടോ ഉണ്ടാക്കിയ ഒരു ബോഡിയോ മനസ്സോ ഒന്നുമല്ല. എല്ലാവരെയും പോലെ വികാരങ്ങളും വിചാരങ്ങളും അതല്ലെങ്കിൽ ഇഷ്ടവും അനിഷ്ടവും സങ്കടവും സന്തോഷവും ഒക്കെയുള്ള എല്ലാ മനുഷ്യനിർമ്മിതമായ എന്തൊക്കെയുണ്ടോ അതെല്ലാം സാധാരണക്കാരനായി എനിക്കും എന്റേതായ ഒരു കുഞ്ഞു ഇഷ്ടങ്ങൾ ഉണ്ടാവണം. പക്ഷെ അപ്പൊ നമ്മൾ ഈ കമന്ററി പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എപ്പോഴെങ്കിലും ബയസ്ഡ് ആയി പോവാറുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ ആധുനിക കാല കമന്ററി ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ഇപ്പോൾ ഓരോ ക്ലബ്ബുകൾക്കും അവരുടേതായ ടെലികാസ്റ്റിംഗ് ടീം തന്നെയുണ്ട്. ഇപ്പൊ വലിയ വലിയ ക്ലബ്ബുകൾക്ക് അവരുടെ സ്വന്തം ടി വി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടി വി, ലിവർപൂൾ ടി വി, അവരുടെ കമന്റേറ്റർമാരാണ് കളി പറയണത്. അപ്പൊ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇല്ല, പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ ടി വി ഒന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇവിടത്തെ അവസ്ഥയിൽ നമ്മൾ ബയസ്ഡ് ആവാറുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ബയസ്ഡ് എന്നല്ല അതിനെ വിളിക്കേണ്ടത്, അമിതമായ ഇഷ്ടമാണ് അതിന്. ഒരു ഇഷ്ടക്കൂടുതലാണ് അതിനെ, ഒരിക്കലും ബയസ്ഡ് എന്നല്ല വിളിക്കേണ്ടത്. ഇംഗ്ലീഷിലെ ബയസ്ഡ്